ഫൈവ് സീറ്റർ കാറിൽ 6 പേരായിട്ടാണ് പോകുന്നത്. അത് 5 ബാബുകളായിട്ട് 6 പേര്. ഹലോ, അപ്പൊ നമ്മൾ എവിടെയാണ് പോകുന്നത്? പറ. മായങ്കടവ്. മായങ്കടവ് കറക്റ്റ് സ്ഥലം എവിടെയാണ്? അമ്പൂരി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന വഴി കാരക്ക മണ്ഡപത്തിൽ നിന്ന് സ്റ്റുഡിയോ റോഡ് വഴിക്കാരാണ് പോകുന്നത് കേട്ടോ. അല്ല, ഇതിപ്പോ സ്റ്റുഡിയോ റോഡ് വഴി കയറിയത്. എന്നിട്ട് അവിടെ നമ്മൾ എങ്ങോട്ട് കട്ട് ചെയ്യും? കാട്ടാക്കട നെയ്യാർ ഡാം റൂട്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. കാരണം കുറെ റീൽസ് ഒക്കെ കണ്ടു. ഹിഡൻ ജെമ്മിൻ ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞ് കുറെ കണ്ടു. അപ്പൊ നമ്മൾ ഇതുവരെയായിട്ട് പോയിട്ടില്ല. അപ്പൊ ഒന്ന് പോകാമെന്ന് കരുതി. നീ പോയിട്ടുണ്ടോ? വാവ്. ഞങ്ങളൊരു 3:45 ശേഷമാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കട നോക്കി ആ സ്ഥലം മായം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മളൊരു ചായക്കട കണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഒരു ചായ കുടിക്കാൻ കരുതി. അപ്പം നല്ല സൂപ്പർ മറ്റേ ഉള്ളിവട, പരിപ്പ് വട, വാഴക്കപ്പം. ഉള്ളിവട സൂപ്പറായിരുന്നു, വാഴക്കപ്പം അടിപൊളി. നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയി. എത്ര കടിയടി? 2 എടുത്ത് കടി. അങ്ങനെ ഞങ്ങൾ സ്പോട്ട് എത്താറായിരിക്കുകയാണ്. പോകുന്ന ഈ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ്. അടുത്തൊന്നും അധികം വീടുകളൊന്നും ഇല്ല. അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ പിന്നീടും കുറച്ച് വീടുണ്ട്. ഫുള്ളും റബ്ബർ കാടാണ്. എന്തായാലും പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷേ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നേരത്തെ വന്നപ്പോൾ ഇവരൊക്കെ വന്നിട്ടുള്ളപ്പോൾ ഇവിടെയൊക്കെ നടക്കാൻ പറ്റുമായിരുന്നു പറഞ്ഞു. പക്ഷേ എനിക്ക് വെള്ളത്തിൽ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. കാരണം എൻ്റെ കാല് ഈ ഇടയ്ക്കൊരു സർജറി കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ മുറിവ് കുറച്ചുകൂടെ ഹീലാവാനുണ്ട്. അതുകൊണ്ട് എനിക്കിറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇവരൊക്കെ കുളിക്കാനുള്ള പ്ലാനിലാണ് വന്നത്. അവിടെയൊക്കെ ഒരുപാട് പേര് ഇന്ന് കുളിക്കുന്നുണ്ട്. സേഫാണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ കുട്ടികളെന്ന് അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. ഇനി സേഫ് അല്ലേ എന്നാണെന്ന് അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ കുഴപ്പമില്ല. ഒരുപാട് പേര് പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. ഞങ്ങൾ വന്നെത്തിയപ്പോൾ ഒരു 5 മണി ആയില്ല. 5 മണി ആവാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തായാലും 1 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. 1-1.25 മണിക്കൂർ. പക്ഷേ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയോണ്ടാണ് കുറച്ച് താമസിച്ചത്. 5 മണി ആവുന്നതേ ഉള്ളൂ. ഇവിടെ ലേഡീസിന് ഡ്രസ് ചേഞ്ചിങ് റൂമെന്നൊക്കെ ഇവിടെ കണ്ടായിരുന്നു. പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്.
അത് എന്തോ ഇന്നലെ സൺഡേ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അത് തുറന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അതോ ഇനി സമയം കഴിഞ്ഞതുകൊണ്ടാണോ ഒന്നും അറിയില്ല. എന്തായാലും അത് തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഡ്രസ് ചേഞ്ചിന് അവിടെ പാടാണ് കേട്ടോ ലേഡീസിന്. ഏതെങ്കിലും കുറച്ച് 2-3 പേരായിട്ട് പോകുന്നെങ്കിൽ മാറിയൊക്കെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, അല്ലാതെ പാടാണ്. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ വന്നാലും വെള്ളത്തിലിറങ്ങാൻ. അവരെല്ലാവരും അവിടെ അർമാദിക്കുകയാണ്. ഞാൻ അവരുടെ ബാഗും തുണിയും നോക്കി, ബാഗും തുണിയും ചെരുപ്പും നോക്കി ഒരു കസേരയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്കിറങ്ങാൻ പറ്റില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല, നോക്കിക്കൊണ്ടെങ്കിലും ഇരിക്കാമല്ലോ. ഒരാളെ ബാഗ്, ഫോണ്, ഇവയെല്ലാം എൻ്റെ കയ്യിൽ സുരക്ഷിതം. ഈ കടവിനോട് ചേർന്ന് തന്നെ ഒരു തട്ടുകട ഉണ്ട് കേട്ടോ. ചായ, കടികൾ ഒക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് വന്നാൽ ചോറും കപ്പയും മീനും ബീഫും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ചിക്കൻ കറിയാണ്. പിന്നെ എന്താ തീർന്നില്ലെന്ന് തോന്നുന്നു ഉച്ചത്തത്. ബാക്കിയുള്ള എല്ലാം തീർന്നാണ് പറഞ്ഞത്. ഇവിടെ തൊട്ടപ്പുറത്ത് വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ല, എനിക്ക് വെള്ളം നനഞ്ഞൂടല്ലോ കാല്. എനിക്ക് എന്റെ കാലിലൊരു മുറിവുണ്ട്. സോ എനിക്ക് വെള്ളം ചൂട്ടാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അടുത്തിവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു, അമ്പൂരി ബ്രിഡ്ജ്. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതും കൂടെ എനിക്ക് കാണണം. അത് അങ്ങോട്ടേക്ക് പോവാണ്. അമ്പൂരി ബ്രിഡ്ജിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയതോ കാണുന്നതാണ് ബ്രിഡ്ജ്. വണ്ടി അങ്ങോട്ട് താഴോട്ട് പോകില്ല. ആ ബ്രിഡ്ജിൻ്റെ അകത്തൂടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് താഴോട്ട് വണ്ടി കൊണ്ട് ഇട്ടിരുന്നാലും നമുക്ക് വണ്ടി വളയ്ക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് മുകളിലോട്ട് വേണം ഇടാൻ, എന്നിട്ട് താഴോട്ട് നടന്ന് പോകണം. പിന്നെ അത് പൊതുവഴിയാണ് ആൾക്കാരുടെ. നമ്മളവിടെ കയറുന്ന ശല്യം ചെയ്യാനൊന്നും പാടില്ല. ജസ്റ്റ് കാണുക, വരിക. കുറച്ച് നടക്കാനുണ്ട് ഗൈസ്. ഇവിടെ വരുമ്പോൾ ഇവിടെ മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട്. അതായത് ഈ കൈവരികളിലൊന്നും ഇരിക്കാൻ പാടില്ല. കാരണം ചിലപ്പോൾ കൈവരിയിൽ ഇരുന്നാൽ അത് മറിയാൻ സാധ്യത ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുള്ള കൈവരിയിൽ ഇരിക്കരുത്. അത് സ്ട്രിക്റ്റാണ്. വെറുതെ അപകടങ്ങൾ വിളിച്ചു വരുത്തണ്ടല്ലോ. അങ്ങനെ നമ്മൾ അമ്പൂരിപ്പാലം കണ്ടിട്ട് തിരിച്ചു പോകാൻ പോകണം. സമയം നല്ല ഇരുട്ടി. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ തിട്ടുവിള. തിട്ടുവിള ഏത് സ്ഥലമാണ്? ഷംജുവിന്റെ കോളേജിന്റെ അടുത്താണോ? പാർവതിപുരത്തൊരു കോളേജ് ഉണ്ട്, അവിടെയാണ് പഠിച്ചത്. ഫുഡ് അടിക്കാൻ തിട്ടുവിള പോകാം. നെട്ട എത്തിയിരിക്കുകയാണ്. നെട്ട വേണം നമ്മൾ പോകുന്നത്. മാനാട് ബസ് സ്റ്റോപ്പ് അല്ലല്ലോ, കാർ ഒതുക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാനായി നമ്മൾ തിട്ടുവിള എത്തിയിരിക്കുകയാണ്. ഹലോ. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് തിട്ടുവിലുള്ള നിയാസ് ഹോട്ടലിലാണ്. നിയാസ് ബിരിയാണി കോർണർ. അപ്പോൾ പൊറോട്ടയൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അൽഫാം, ഒരു ഹാഫ് അൽഫാമാണ്.
ഇവിടെ ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെ നിറയൊന്നുമല്ല, ഒരെണ്ണക്കെ കിട്ടുള്ളൂ, ഒരു ലെഗ് അങ്ങനെ കിട്ടുന്നു. പക്ഷെ അതിനനുസരിച്ച് പൈസയേ ഉള്ളൂ കേട്ടോ. എന്തായാലും സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഫുഡൊക്കെ. ഇവിടുത്തെ ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ് ഈ ഒഴിക്കുന്ന ഈ സംഭവം. ഇതിൻ്റെ പേരെന്ന് എനിക്കറിഞ്ഞൂടാ, സാൾനയെന്നോ ദാൽച്ചനോ എന്തോ സംഭവം പറഞ്ഞായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ബീഫ് ചിക്കൻ ഇതാണ് ഇടിയപ്പം കൊത്ത്. അതായത് നമ്മൾ കൊത്ത് പൊറോട്ട ഉണ്ടാക്കൂലേ, അതേ സെയിം സംഭവത്തിൽ ഇടിയപ്പം മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇടിയപ്പം ബാക്കി വരുമ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തൊലി ചൂടാ കുറച്ച് തന്നെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നീ കുഴച്ചോടാ. കലക്കുണ്ടോ? കലക്കുണ്ട്, ഒരു കലക്ക് ഇതാണ് മുട്ടക്കലക്കി സംഭവം. ഞാൻ ആദ്യം കഴിക്കില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല. ഈ വെള്ളം പോലെയൊക്കെ സൈഡിൽ കൂടെ വന്ന്. പിന്നെ അതൊരിക്കൽ കഴിച്ചപ്പോൾ എന്തൊരു ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കറിയൊക്കെ മിക്സ് ചെയ്ത്, ചിക്കൻ കറിയൊക്കെ ഈ മുട്ടയിൽ മിക്സ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇത് എപ്പോൾ ഈ കടയിൽ വന്നാലും വാങ്ങിക്കും. പക്ഷെ എനിക്ക് വയറിപ്പോൾ 2 പൊറോട്ട കഴിച്ചപ്പോഴേ വയറ് നല്ല നിവർത്തുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഒരാൾ വാങ്ങിച്ചു കലക്കി. കലക്കി ചോദിച്ചപ്പോൾ ആദ്യം ആർക്കും വേണ്ട, വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും വേണം. എല്ലാവരും കൂടെ കൈയിട്ടത് തീർത്തു. ഇടിയപ്പം പ്ലസ് പൊറോട്ട. അപ്പോൾ ഇന്നൊരു നല്ല ഈവനിങ് ആയിരുന്നു. ഫുഡൊക്കെ നല്ലതായിരുന്നു, അടിപൊളി. നിങ്ങളും എട്ടിവിടെ വന്ന് ഈ ഹോട്ടൽ എക്സ്പീരിയൻസ് ചെയ്യണം. നിയാസ് ഹോട്ടൽ.
Bye.